ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ്. അതായത് 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറയുന്ന ചോദ്യഭാഗത്ത് വരുന്ന ഏരിയയാണ് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്. അതായത് കൃത്യമായി നമ്മൾക്ക് ഉത്തരം തന്നിട്ടുണ്ടാവും, നമ്മളോട് ചോദ്യം എന്തായിരിക്കും ചോദിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻ, നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം ഫ്രെയിം ചെയ്തുണ്ടാക്കണം. അതിന് കൃത്യമായ ഗ്രാമർ അറിയണം. ഏത് ടെൻസിലാണോ ഉത്തരമുള്ളത് അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കണം. അത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഡീൽ ചെയ്യാനുള്ള ഒരു എളുപ്പപ്പണിയുമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അതായത് വളരെ വേഗത്തിൽ, അതായത് ഭയങ്കരമായ ഗ്രാമർ ചിന്തകളൊന്നുമില്ലാതെ, ബേസിക് ഗ്രാമർ ഇല്ലാതെ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ഡീൽ ചെയ്യാനേ സാധിക്കില്ല. എന്നാൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയകൾ മാത്രം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള എളുപ്പപ്പണിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ ഭാഗം വരുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയേണ്ട പ്രധാന കാര്യം ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായി പ്രധാനമായിട്ട് നമുക്കെല്ലാം അറിയുന്ന ഒരു വിഭാഗമാണ് എന്ത്? WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് WH ചോദ്യങ്ങൾ, WH ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏതാണ് ഈ WH ക്വസ്റ്റ്യൻ വേർഡ്സ്? വാട്ട്, വെൻ, വൈ, ഹൂ, വേർ തുടങ്ങിയ ഡബ്ല്യുവിൽ തുടങ്ങുന്ന, അതേപോലെ തന്നെ ഹൗ, ഹൗ മെനി, ഹൗ മച്ചിൽ തുടങ്ങുന്ന, എച്ചിൽ തുടങ്ങുന്ന, ഡബ്ല്യുയിലും എച്ചിലും ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡുകളിൽ തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള രണ്ടാമത്തെ പ്രധാന വിഭാഗമാണെന്ത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യെസ് ഓർ നോ, ഉത്തരത്തിൽ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ വരുന്ന ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് വിഭാഗത്തിൽ പെടുന്ന ചോദ്യങ്ങൾ മാത്രമേ നമ്മൾക്ക് ചോദിക്കുള്ളൂ. അത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഉള്ളൂ, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളെ വെച്ചിട്ടാണ്, ചോദ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സാമിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്, അല്ലെ? അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്, അത് പഠിക്കാനുള്ള എളുപ്പ വഴി എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ഈ ചോദ്യങ്ങളിൽ ആര് വേണം, ഏത് ചോദ്യം വേണം എന്ന് നിശ്ചയിക്കുന്നത് എന്താണ്? ഉത്തരമാണ്, അല്ലെ? ഉത്തരത്തിൽ യെസ് ഓർ നോ ഉണ്ടെങ്കിൽ ചോദ്യം എന്തായിരിക്കണം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കണം. എന്നാൽ ഉത്തരത്തിൽ യെസ് എന്നോ നോ എന്നോ ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? അതൊരു WH ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. യെസ്സോ നോയോ ഉണ്ടെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എഴുതണം. അതല്ല യെസ്സും നോയും ഇല്ല, മറ്റൊരു സെന്റൻസ് ആണ് ഉത്തരം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ WH ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. ശരി, നമുക്ക് ചില ചോദ്യങ്ങളിലൂടെ ഇതിന്റെ വഴി അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, എന്നാ വരൂ, ഞാനൊരു ഉത്തരം തരാം, ചോദ്യം കണ്ടെത്താൻ നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് കണ്ടുപിടിക്കാം. കാരണം എന്താ? നമുക്കിവിടെ ഉത്തരം തന്നിട്ടുണ്ട്, ചോദ്യമാണ് വേണ്ടത്. ശരി, എന്താണ് ഉത്തരം? ഷീ ഈസ് സ്റ്റേയിങ് ഇൻ ഹർ മദേഴ്സ് ഹൗസ്. അവള് അവളുടെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. വ്യക്തമായി നമുക്കറിയാം എന്താണ് ചോദിക്കേണ്ടത്. അവൾ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെ? നമ്മൾക്ക് ഇംഗ്ലീഷിലെ 1 മാർക്ക് നേടിത്തരുന്നത് എങ്ങനെയാണ് നമ്മൾ ഇവിടെ ചോദ്യം ഉണ്ടാക്കേണ്ടത്? ഇതിൽ നിന്ന്, ഈ ഉത്തരത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ ചോദ്യം കണ്ടെത്തും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുള്ള എളുപ്പമാർഗമാണ് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. സോ എളുപ്പമാർഗം ശ്രദ്ധിച്ചോളൂ. ഇതാണ് ആ എളുപ്പമാർഗം. അതായത് ഒരു WH ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ നമ്മൾ അതിന്റെ കൃത്യമായ ഒരു സ്ട്രക്ചർ പഠിക്കണം, അല്ലെ? സ്ട്രക്ചർ പഠിക്കാനും എളുപ്പമുണ്ട്. ഇനി അതിന് മുമ്പ് ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ് എനിക്ക് എങ്ങനെ മനസ്സിലായി? ഉത്തരത്തിൽ നോക്കിയപ്പോൾ ഇവിടെ യെസ് എന്നോ നോ എന്നോ ഇല്ല, അല്ലെ? പകരം ഷീ ഈസ് സ്റ്റേയിങ് ഇൻ ഹർ മദേഴ്സ് ഹൗസ്. അവൾ അവളുടെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞേ ഉള്ളൂ. യെസ് എന്നോ നോ എന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏത് ടൈപ്പ് ചോദ്യമാണ്? WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് പഠിക്കാനും ഒരു എളുപ്പമാർഗമുണ്ട്. എന്താ? നമുക്കറിയുന്ന, സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു WH ക്വസ്റ്റ്യൻ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പൊ നമ്മൾ എക്സാമിന് പോയി, നമുക്ക് ഒരുപാട് ഗ്രാമർ, ഇതിന്റെ സ്ട്രക്ചറോ WH ക്വസ്റ്റ്യന്റെ ഓർഡറോ നമുക്ക് ഓർമ്മയില്ല എന്ന് വിചാരിക്കുക. എളുപ്പത്തിൽ എന്താ ഓർക്കുക? നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു WH ക്വസ്റ്റ്യൻ മനസ്സിലാലോചിക്കുക. ഏതാ? വാട്ട് ആർ യു ഡൂയിങ്? വേർ ആർ യു ഗോയിങ്?
ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ചോദ്യങ്ങളല്ലേ? അതെ. സോ വാട്ട് ആർ യു ഡൂയിങ് എപ്പോഴും നമ്മൾ പറയുന്നു അല്ലെ? വേർ ആർ യു ഗോയിങ്? നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? നീ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ് എപ്പോഴും ചോദിക്കുന്നതല്ലേ? അതൊരു കൃത്യമായ ശരിയായിട്ടുള്ള ചോദ്യമാണോ? ആണ്. അതുകൊണ്ടാണല്ലോ നമ്മളത് എപ്പോഴും കേൾക്കുന്നത് അല്ലെ? ശരി. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് എങ്ങനെ ഒരു WH ക്വസ്റ്റിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ അത് തന്നെ ചോദിക്കുന്നു. വേർ ആർ യു ഗോയിങ്? നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഈ ചോദ്യത്തിൽ നിന്ന് WH ക്വസ്റ്റിന്റെ സ്ട്രക്ചർ ഞാൻ കണ്ടുപിടിക്കുന്നത് നോക്കൂ. ഞാൻ എക്സാമിന് ഒന്നും പഠിച്ചു പോയില്ല. എനിക്കൊരു ചോദ്യം ഉണ്ടാക്കാൻ അറിയാം. വേർ ആർ യു ഗോയിങ്? അതെനിക്കറിയാം. അത് വെച്ചിട്ടാണ് ഞാൻ ചോദ്യം ഉണ്ടാക്കുന്നത്. നോക്കൂ, ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്? വേർ. വേർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ വേർഡ് അല്ലെ? ഒരു ചോദ്യത്തിന്റെ വേർഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ WH തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ഏതൊക്കെയാണ് WH ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് വ്യക്തമായി അറിയണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? വാട്ട്, when, why, where, who, which തുടങ്ങിയ ആളുകൾ, അതേപോലെ തന്നെ how many, how much തുടങ്ങിയ Hന്റെയും. സോ ഇവിടെ എന്താണ്? വേർ. എവിടേക്കാണ് അല്ലെ? വേർ. സോ ഇതെന്താണ്? ഇതൊരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് അല്ലെ? അപ്പോൾ WH ക്വസ്റ്റ്യനിൽ ആദ്യം എഴുതേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് ആണ്. രണ്ടാമത് എന്താ എഴുതേണ്ടേ? രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്നു എന്താ? ആർ. ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്സിലറി വെർബ് ആണ് അല്ലെ? ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ought to, dare, need to, used to. ഇതൊക്കെ നമ്മൾ ഓക്സിലറി വെർബുകളെ കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഓക്സിലറി വെർബാണ് ആര്? ആർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് വേണ്ട എന്താണ്? ഓക്സിലറി വെർബാണ്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഓക്സിലറി വെർബാണ്. സോ ഞാൻ ഓക്സിലറി വെർബിനെ കണ്ടുപിടിച്ചു. രണ്ടാമത്തത് ഓക്സിലറി വെർബ്. ഇനി മൂന്നാമതായിട്ട് അടുത്തതായിട്ട് ഇവിടെ യു എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? യു എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. നമ്മൾ പ്രോനൗണുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് തുടങ്ങിയ ആളുകൾ എന്താണ്? പ്രോനൗൺ ആണ്. എന്നാൽ ഈ പ്രോനൗൺ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തായിട്ടാണ്? ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ് അല്ലെ? ഒരാളോട് ആരോടാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ആ ആള് പ്രധാനിയായിട്ട് വേർ ആർ യു ഗോയിങ്? നീ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെ? ആ പോകുന്ന ആളോടാണ് ചോദിക്കുന്നത്. അയാളാണോ എന്ത് ചെയ്യുന്നത്? ആക്ഷൻ ചെയ്യുന്ന ആൾ. സോ അത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ സബ്ജക്റ്റ് ആണ് മൂന്നാമത് വരുന്നത് യു. നാലാമത് എന്താ? ഗോയിങ്, പോകുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയാണ് അല്ലെ? സോ ആ പ്രവൃത്തി ആയതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം? ഇറ്റ് ഈസ് വേർബ്. ഈ സെന്റൻസിന്റെ വേർബാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു WH ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇതിന്റെ കൂടെ അങ്ങോട്ട് പഠിച്ചത്. വേർ ആർ യു ഗോയിങ് എന്ന് പറയുന്നത് പഠിച്ചാൽ അത് നമുക്കറിയാമല്ലോ. അത് വെച്ചിട്ട് നമ്മൾ ഒരു WH ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ ആണ് ഈ പഠിച്ചത്. എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ്, രണ്ടാമത് വേണ്ടത് ഓക്സിലറി വെർബ്, മൂന്നാമത് വേണ്ടത് സബ്ജക്റ്റ്, നാലാമത് വേണ്ടത് വേർബ്. ഈ ഒരു ഐഡിയ വെച്ച്, ഈ ഒരു എളുപ്പമാർഗം വെച്ച്, അതായത് വേർ ആർ യു ഗോയിങ് എന്ന് എനിക്ക് സ്ഥിരം അറിയുന്ന ഒരു ചോദ്യം വെച്ച് ഞാൻ എക്സാമിന് ഏത് ചോദ്യം ചോദിച്ചാലും എങ്ങനെയാണ് ഇനി ഉത്തരം കണ്ടെത്തുക എന്ന് നോക്കിക്കോളൂ. ശരി, ഇവിടെ നമുക്ക് ചോദ്യം തന്നിട്ടില്ല, ഉത്തരമുണ്ട്. ഉത്തരം എന്താ? ഷീ ഈസ് സ്റ്റേയിങ് ഇൻ ഹർ മദേഴ്സ് ഹൗസ്. അവൾ അവളുടെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലെ? അപ്പോൾ നമുക്കറിയാം അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് അല്ലെ? ശരി, ഈ ഒരു WH ക്വസ്റ്റ്യന്റെ ഐഡിയ വെച്ച്, ഈ ഒരു ഐഡിയ മാത്രം വെച്ച് ഞാൻ ഇതിന്റെ ഉത്തരം എഴുതുന്നത് എങ്ങനെയാണെന്ന് കണ്ടോളൂ. ആദ്യം അവൾ അവളുടെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അവളുടെ അമ്മയുടെ വീട് എന്നാണ്. അപ്പോൾ ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലായി. സ്ഥലത്തെ സൂചിപ്പിക്കുമ്പോൾ എവിടെയാണ് എന്നെങ്ങനെ ചോദിക്കും? സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വേർ അല്ലെ? വേർ, എവിടെ, വെൻ എപ്പോ, വാട്ട് എന്ത്, വൈ എന്തുകൊണ്ട് അല്ലെ? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡുകളൊക്കെ ഒരുപാട് തവണ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എന്താ വേണ്ടേ? ഇൻ ഹർ മദേഴ്സ് ഹൗസ്, അവളുടെ അമ്മയുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ എവിടെ. എവിടെ എന്ന് എഴുതാൻ നമുക്ക് വേണ്ട എന്താ? ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടുള്ള വേർ. വേർ എന്ന വാക്ക് കിട്ടി. നമ്മൾക്ക് ആദ്യം വേണ്ട എന്താ തന്നെയായിരുന്നു? ക്വസ്റ്റ്യൻ വേർഡ് ആയിരുന്നു അല്ലെ? ഇനി രണ്ടാമത് എന്താ വേണ്ടേ? ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബാണ് നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കാനുള്ളത്. ശരി, ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആം, ഈസ്, ആർ തുടങ്ങിയ ഓക്സിലറി വെർബുകൾ അല്ലെ? ഇനി ഇവിടെ നമ്മൾ ഏത് ഓക്സിലറി വെർബ് എഴുതും?
ചോദ്യത്തിൽ ഏത് എഴുതുമെന്ന് കൺഫ്യൂഷൻ വേണ്ട, ഉത്തരത്തിലേക്ക് നോക്കുക. ഉത്തരത്തിൽ ഒരു ഓക്സിലറി ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ധാരാളം, അത് മതി. സോ ഇവിടെ നോക്കൂ, ഷീ ഈസ് സ്റ്റേയിങ് ഇൻ ഹർ മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നിടത്തൊരു ഓക്സിലറി വേർബ് ഉണ്ട്. ആരാ? ഈസ് ആണ് അല്ലേ? ആ ഈസിന് തന്നെ ഉപയോഗിച്ചാൽ മതി, അപ്പൊ നമുക്ക് ടെൻസ് മാറുന്ന പ്രശ്നം വരില്ല. സോ വേർ ഈസ് നമ്മുടെ ഓക്സിലറി വേർബും നമുക്ക് കിട്ടി. ശരി, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് തീർന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സബ്ജക്റ്റ്. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആരാണ്? ആരെ കുറിച്ചാണ് പറയുന്നത്? ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? അല്ലേ? ഉത്തരത്തിലുണ്ട് ഷീ ഈസ് സ്റ്റേയിങ് ഇൻ ഹർ മദേഴ്സ് ഹൗസ്. ഷീ ആണ് ഇവിടത്തെ സബ്ജക്റ്റ് അല്ലെ? ഇത് സാധാരണ സ്റ്റേറ്റ്മെന്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് തന്നെ എന്തായിരിക്കും? സബ്ജക്റ്റ് ആയിരിക്കും. സോ ഈ സബ്ജക്റ്റ് ആയ ഷീ ആണ് നമുക്ക് വേണ്ടത് ഇങ്ങോട്ട് ചോദ്യത്തിന്. സോ ഷീ എന്ന് ഞാൻ ഇങ്ങോട്ട് എഴുതി. ആദ്യത്തെ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ വേർഡ് എഴുതി, ഓക്സിലറി വെർബ് ഇവിടുന്ന് കണ്ടുപിടിച്ചു എഴുതി, മൂന്നാമത് സബ്ജക്റ്റ് ഇവിടുന്ന് കണ്ടുപിടിച്ചു എഴുതി. വേർ ഈസ് ഷീ. ഇനി നാലാമത് എനിക്ക് എന്താ വേണ്ടേ? വേർബാണ്. ഈ സെന്റൻസിനകത്തെ ക്രിയ, പ്രവൃത്തി ഏതാണ്? നോക്കാം. ഷീ ഈസ് സ്റ്റേയിങ് ഇൻ ഹർ മദേഴ്സ് ഹൗസ്. അവൾ അവളുടെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. സ്റ്റേയിങ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്? വേർബ് അല്ലെ? ആ വേർബിന് എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുക. എന്താ? സ്റ്റേയിങ്, താമസിക്കുന്നത്. കഴിഞ്ഞു, ഒരു മാർക്ക് കിട്ടി. ഒന്നും ഞാൻ എന്ത് ചെയ്തില്ല? കാണാതെ പഠിച്ചില്ല. എനിക്ക് ഭയങ്കരമായ ഈ പറയുന്ന ഗ്രാമർ റൂളുകളുടെ ഒന്നും ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള വേർ ആർ യു ഗോയിങ്, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് ഏതൊരു ചോദ്യവും എഴുതാനുള്ള സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്ട്, വെർബ്. എങ്ങനെ ഇവിടെ ഉപയോഗിച്ചു നോക്കൂ. ആദ്യം എഴുതിയിരിക്കുന്നത് വേർ, ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ വേർഡ്. റെഡി അല്ലേ? അടുത്തതാരാ? ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് ഈസ് ആണ്. എവിടെ നിന്ന് കിട്ടി? ഇവിടെ ഉത്തരത്തിന് കിട്ടി. അടുത്തതാരാ വേണ്ടേ? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഷീ ആണ്. എവിടെ നിന്ന് കിട്ടി? സെന്റൻസിലുണ്ട് സബ്ജക്റ്റ് ഷീ ആണ്. അവസാനം എന്താ? ഇറ്റ് ഈസ് ദ വേർബ്. വേർബ് സ്റ്റേയിങ് ആണ്. എവിടെ നിന്ന് കിട്ടി? ഇവിടെ നിന്ന് കിട്ടി, സ്റ്റേയിങ്. സോ മൈ ആൻസർ ഈസ് വേർ ഈസ് ഷീ സ്റ്റേയിങ്. അവൾ എവിടെയാണ് താമസിക്കുന്നത്? ആൻസർ ഈസ് സോ സിമ്പിൾ. ഷീ ഈസ് സ്റ്റേയിങ് ഇൻ ഹർ മദേഴ്സ് ഹൗസ്. സോ ടെൻസ് റെഡി ആവണം, ഗ്രാമർ റെഡി ആവണം. ഇങ്ങനെയാണ് അത് റെഡിയാക്കുന്നത്. ശരി, മറ്റൊരു WH ക്വസ്റ്റ്യൻ കൂടി നോക്കല്ലേ നമുക്ക്, എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത്. ശരി, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി അതിന്റെ ഓർഡർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ ചോദ്യം ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിന്റെ ഉത്തരം കൃത്യമായി കിട്ടിയാൽ നമുക്ക് ഇനി ഏത് ചോദ്യവും ഇതുപോലെ ഡീൽ ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. ശരി, നോക്കാം. ചോദ്യം തന്നിട്ടില്ല, കാരണം നമ്മളാണ് ചോദ്യം കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം തന്നിട്ടുണ്ട്. ഹി വിൽ അറൈവ് ടുഡേ മോർണിംഗ്. അവൻ ഇന്ന് രാവിലെ എത്തും. വ്യക്തമായി പറയാം, ഡൗട്ട് അടിക്കരുത്. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് പോകാനും പാടില്ല. കാരണം ആൻസറിൽ എന്തില്ല? യെസ് എന്നോ നോ എന്നോ കൊടുത്തിട്ടില്ല. ആൻസറിൽ യെസ്സോ നോയോ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതരുത്. എന്തായിരിക്കണം? WH ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഹി വിൽ അറൈവ് ടുഡേ മോർണിംഗ്. അവൻ ഇന്ന് രാവിലെ എത്തും. അപ്പോൾ എന്താണ് ചോദ്യം? അവൻ എപ്പോൾ എത്തും? അവൻ ഇന്ന് രാവിലെ എത്തും അല്ലേ? എപ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വെൻ അല്ലേ? കറക്റ്റ്. സോ വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ആരംഭിക്കാം. ബിക്കോസ് ഇറ്റ് ഇസ് എ WH ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമ്മൾ ആകെ അറിയുന്ന നമ്മളുടെ എളുപ്പമാർഗം എന്താ? വേർ ആർ യു ഗോയിങ് അല്ലെ? വേർ ആർ യു ഗോയിങ് എന്ന സ്ട്രക്ചർ വെച്ച് നമ്മൾ പഠിച്ചതാണ് എന്ത്? ആദ്യം വേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ്. രണ്ടാമത് എന്താ നമുക്ക് വേണ്ടേ? അതെ, രണ്ടാമത് വേണ്ടത് ഓക്സിലറി വെർബാണ്. രണ്ടാമത് വേണ്ട ഓക്സിലറി വെർബിനെ എവിടെ നിന്ന് കണ്ടുപിടിക്കും? ആൻസറിൽ തന്നെ നോക്കണം. എല്ലാ സമയത്തും ആൻസറിൽ തന്നെ ഉണ്ടാവണം എന്നില്ല, ഒളിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഈസി ആയിട്ടുള്ള സ്ട്രക്ചർ പഠിക്കുക, അതിനുശേഷം നമുക്ക് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ശരി, ഹി വിൽ അറൈവ് ടുഡേ മോർണിംഗ് എന്നല്ലേ പറഞ്ഞേ? ഇതിനകത്തൊരു ഓക്സിലറി വെർബ് ഉണ്ടോ? ഉണ്ട്. ആരാണത്? വിൽ. പറഞ്ഞത് ഓർമ്മയില്ലേ? വില്ല് വുഡ്, ഷാള് ഷുഡ്, ക്യാന് കുഡ്. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഓക്സിലറിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആരെടുക്കാം? വില്ലിനെടുക്കാം. സോ രണ്ടാമത് നമുക്ക് വേണ്ട ഓക്സിലറിയെ ഞാൻ ഇങ്ങോട്ട് എഴുതി, വെൻ, വിൽ. അപ്പൊ ഓക്സിലറി വെർബുമായി. ഇനി നമുക്ക് എന്താ വേണ്ടേ? മൂന്നാമതായി നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് ആണ് അല്ലെ? വേർ ആർ യു ഗോയിങ്? യു ഓർമ്മല്ലേ? യുവിനെ. യു ആണ് നമ്മുടെ സബ്ജക്റ്റ് അവിടെ അല്ലെ? എന്നാൽ ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ഹി ആണ് സബ്ജക്റ്റ്. അവൻ രാവിലെ വരും എന്നല്ലേ പറയുന്നത്? പ്രവൃത്തി ചെയ്യുന്ന ആളാരാണ്? എത്തിപ്പെടുന്ന ആളാരാണ്? ഹി ആണ്. സോ നമ്മൾക്ക് കൃത്യമായി ആ സബ്ജക്റ്റിനെ എഴുതാം. ഹി ഇവിടെ നിന്ന് കിട്ടി.
ഹി കിട്ടി അല്ലേ? ശരി, അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ആയി, ഓക്സിലറി ആയി, സബ്ജക്റ്റ് ആയി. അടുത്തതായിട്ട് വേണ്ട എന്താണ്? വേർബ് ആണ്. വെർബ് ആരാണ് ഇവിടെ? വെർബ് എന്ന് പറയുന്നത് അറൈവ് ആണ്. സോ നമുക്ക് അറൈവ് എന്നുള്ളതിനെ ഇങ്ങോട്ട് എഴുതാം. വെൻ വിൽ ഹി അറൈവ്? അവൻ എപ്പോൾ എത്തിച്ചേരും? ആൻസർ ഹി വിൽ അറൈവ് ടുഡേ മോർണിംഗ്. അവൻ ഇന്ന് രാവിലെ എത്തിച്ചേരും. സിമ്പിൾ അല്ലേ? കിട്ടിയില്ലേ? എന്നാൽ എപ്പോഴും ഈ ഒരു സിമ്പിൾ മാർഗം മാത്രമല്ല, ചിലപ്പോൾ വെർബിന് ശേഷം എന്ത് ചെയ്യും? അതേഴ്സ്, മറ്റ് കാറ്റഗറികളും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതായത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആൻസറിലുള്ള മറ്റ് ഭാഗങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ വെർബിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ട്, നമുക്ക് ചെയ്യാം. സോ ഈ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ 8, 9, 10 ക്ലാസ്സിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറയുന്ന ചോദ്യത്തിൽ എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്ന ഭാഗം 1, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. സോ അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട WH ക്വസ്റ്റ്യനിലെ ഭാഗമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നല്ല നിലവാരമുള്ള കുറച്ചുകൂടെ ടഫായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യനുകളുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ.